ഹലോ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പറഞ്ഞു, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ പറഞ്ഞു കഴിഞ്ഞു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ആയിരിക്കാണ് മീൻ, മീഡിയൻ, മോഡ്. ഡിസ്പെർഷനിലെ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് മെയിൻ ആയിട്ടുള്ളത് കഴിഞ്ഞു. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്താ പറയുന്നത്? കോറിലേഷൻ, റിലേഷൻ തന്നെ അല്ലെ? റിലേഷൻ ബിറ്റ്വീൻ എനി ടു വേരിയബിൾസ്, ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ പറയുന്ന പേരാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എനി ടു വേരിയബിൾസ്. ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് കോറിലേഷൻ. ത്രീ ടൈപ്സ് കോറിലേഷൻ ആണുള്ളത്. ഒന്ന് പോസിറ്റീവ് കോറിലേഷൻ. ഏതാണ്? പോസിറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കോറിലേഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതർ വേരിയബിളും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതായത് രണ്ടും മൂവ്സ് ഇൻ സെയിം ഡയറക്ഷൻ. അതായത് നോക്കൂ, ഇഫ് വൺ വേരിയബിൾ ഇൻക്രീസസ് ദി അതർ വേരിയബിൾ ഓൾസോ ഇൻക്രീസസ് അല്ലെ? ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നു, അത് കണ്ടിട്ട് അതുപോലെ തന്നെ മറ്റേ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ താഴേക്കും ആവാം. ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിളും എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ വേരിയബിളിന്റെ എങ്ങോട്ടാണ് മൂവ്മെന്റ്? രണ്ടിന്റെയും മൂവ്മെന്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ്, നമുക്ക് ഒരു റീഡിങ് അല്ലെങ്കിൽ ഫിലിം വാച്ചിങ് അല്ലെങ്കിൽ എന്താ സോങ് അല്ലെ, മ്യൂസിക് കേൾക്കാനായിട്ടൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അപ്പൊ മ്യൂസിക്കിനോട് നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക്കിനെ കുറിച്ച് കുറച്ച് അറിവുണ്ടായിരിക്കും. നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും തോറും നമുക്ക് എന്തായിരിക്കും? കുറച്ചും കൂടെ നോളജ് കൂടും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഡാൻസിനോട് വളരെയധികം താല്പര്യമുണ്ട്, അത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ കുറിച്ചുള്ള അറിവ് നേടാൻ ശ്രമിക്കും. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയമാണെങ്കിലോ, ഇപ്പൊ റീഡിങ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ സ്പോർട്സ് എനിക്ക് താല്പര്യമില്ല, അങ്ങനത്തെ ഒരു ഫീൽഡ് ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ആ ഭാഗത്തേക്ക് മൈൻഡ് തന്നെ ചെയ്യില്ല. നമുക്ക് ഇൻട്രസ്റ്റും ഇല്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാറില്ല. അപ്പൊ കണ്ടോ, രണ്ടും സെയിം ഡയറക്ഷനിലേക്ക് പോവാം. ഇപ്പൊ നമ്മുടെ സ്കൂൾ സബ്ജക്ട്സ് ഒക്കെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് അല്ലെ? ഇപ്പൊ മാത്തമാറ്റിക്സ് എന്നുള്ളൊരു സബ്ജക്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ്, അല്ലെങ്കിൽ ബയോളജി, ഇങ്ങനെ ഓരോ സബ്ജക്റ്റിനോടും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? നല്ല അച്ചീവ്മെന്റ് ആയിരിക്കും അല്ലെ? സോഷ്യൽ സയൻസ് എനിക്ക് നല്ല ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ എന്താ ഉണ്ടാവുക? ഇഷ്ടം ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമ്പോ എന്താ ഉണ്ടാവുക? നമ്മൾ നന്നായി അത് പഠിക്കും, നല്ല മാർക്ക് വാങ്ങിക്കും അല്ലെ? അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടഫ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ എന്താ ഉണ്ടാവുക? നന്നായി പഠിക്കും, നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും. ഇനി എക്കണോമിക്സ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പഠിക്കില്ല. അപ്പൊ ഇൻട്രസ്റ്റ് കുറയുമ്പോൾ അതിന്റെ അച്ചീവ്മെന്റും എനിക്ക് അതിൽ കിട്ടുന്ന മാർക്കും കുറയും. അപ്പൊ ഇൻട്രസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് അങ്ങനെ നമുക്കിങ്ങനെ സെയിം ഡയറക്ഷനിലേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഇപ്പൊ നമ്മള് ഭക്ഷണം ശരിക്കും കഴിക്കുന്നില്ല, അപ്പൊ നമ്മൾ എന്താവുക? അൺഹെൽത്തി ആയി മാറും അല്ലെ? നമ്മൾ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക, കറക്റ്റ് ടൈമിൽ നമ്മൾ ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, ഈ ഒരു രീതികൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹെൽത്ത് നന്നായി പോകും. നമ്മൾ തീരെ ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മള് ഫുൾ ടൈം ഉറക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലോ നമ്മുടെ ഹെൽത്ത് വളരെ മോശമായിരിക്കും കേട്ടോ. അപ്പൊ അതാണ് സെയിം ഡയറക്ഷൻ വരുന്നതാണ് പോസിറ്റീവ് കോറിലേഷൻ. അപ്പൊ നെഗറ്റീവ് കോറിലേഷൻ, രണ്ടാമത്തെ എന്തായിരിക്കും? നെഗറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? അതായത് വൺ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതർ വേരിയബിൾ എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും.
ഇപ്പൊ സ്വർണത്തിന് നല്ലോണം വില കൂടി, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നല്ലോണം പ്രൈസ് കൂടിയില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊന്നും സ്വർണം വാങ്ങിക്കാൻ പോകണ്ട അല്ലെ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ഒരു സംഭവത്തിന് റേറ്റ് കൂടുതലാണ്, നമ്മളൊരു സ്ഥലം വാങ്ങിക്കണം, അല്ലെങ്കിൽ വീട് പണിയണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഇപ്പം പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ വില കൂടും തോറും നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിന്റെ യൂസേജ് കുറയ്ക്കാൻ നോക്കും അല്ലെ? ഇപ്പൊ സ്വർണത്തിന് വില കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിലല്ലേ നമ്മൾ എടുക്കാൻ പോവുള്ളൂ, കല്യാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വില കുറയട്ടെ. അപ്പൊ പ്രൈസ് കൂടുന്തോറും ഡിമാൻഡ് കുറയുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് ഒരെണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റത് ഡിക്രീസ് ചെയ്യുന്നു, അതാണ് എന്ത്? നെഗറ്റീവ് കോറിലേഷൻ. ഓക്കെ, തേർഡ് വൺ സീറോ കോറിലേഷൻ. സീറോ കോറിലേഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സീറോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷൻ ഇല്ല. സീറോ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലേഷൻ ഇല്ല. അതായത് നമ്മൾ എടുക്കുന്ന രണ്ട് വേരിയബിൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. ഇവിടെ പറഞ്ഞു രണ്ട് വേരിയബിൾ നമ്മൾ ഏതാണോ എടുക്കുന്നത് അത് തമ്മിൽ എന്താണ്? വൺ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതർ ഓൾസോ ഇൻക്രീസസ്, അതാണ് പോസിറ്റീവ്. അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ അതർ ഓൾസോ ഡിക്രീസസ്. നെഗറ്റീവ് കോറിലേഷനിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. വൺ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതർ വേരിയബിൾ ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഇഫ് വൺ വേരിയബിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ അതർ വേരിയബിൾ ഇൻക്രീസ് ചെയ്യും, അതാണ് നെഗറ്റീവ് കോറിലേഷൻ. സീറോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന രണ്ട് വേരിയബിളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതായത് ഇപ്പം ഹൈറ്റ്, നല്ല ഹൈറ്റ് ഉള്ള ആളാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾ ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോ ആവാതിരിക്കാം, പക്ഷെ അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ? ഹൈറ്റ് ഉള്ള ആളുകളൊക്കെ നല്ല ഇന്റലിജന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധി കുറവായിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് നല്ല അറിവുണ്ടായിരിക്കും, നല്ല ബുദ്ധി ഉണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് നല്ല ടാലന്റ് ഉണ്ടായിരിക്കും, അവര് ഭയങ്കരമായിട്ട് പാട്ട് പാടും. അപ്പൊ ഇങ്ങനെ ടാലൻസ് നമ്മൾ ഈ നമ്മുടെ ഫിഗർ അനുസരിച്ച് നമ്മൾ പറയാം. അതിന് കണക്ഷൻ ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മുടെ രണ്ട് വേരിയബിൾ സീറോ കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നും മറിക്കാനില്ല, ഒന്നുമില്ല, കോറിലേഷൻ ഇല്ല. അപ്പൊ രണ്ട് വേരിയബിൾ തമ്മിൽ നമുക്ക് എന്താണ്? ഒരു കണക്ഷനും ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇതും അതും തമ്മിൽ ഒരു ബന്ധമില്ല, ഇത് ഇതിന്റെ വഴിക്ക് അത് അതിന്റെ വഴിക്ക്, അത് പറയുന്നതാണ് എന്ത്? സീറോ കോറിലേഷൻ. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ അതാണ് കോറിലേഷൻ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷൻ പറഞ്ഞു. അപ്പൊ സീറോ കോറിലേഷനിൽ ഒന്നുമില്ല, സീറോ ആണ്. ഇനി പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് വേരിയബിൾ. ഇപ്പൊ നിങ്ങൾ സയൻസും മാത്സും അല്ലെ? സയൻസ് മാത്സും സാധാരണഗതിയിലെ കുട്ടികൾക്ക് സയൻസ് വിഷയങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ മാത്സ് വിഷയങ്ങൾ, സയൻസ് മാത്സ് ഒക്കെ ഇത്തിരി കണക്റ്റഡ് ആണ്. പക്ഷെ ലാംഗ്വേജ് എന്തായിരിക്കും? ഡിഫറെന്റ് ആണ്. ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ഉള്ളവർക്ക് പൊതുവെ സയൻസ് സംബന്ധമായിട്ടുള്ളതിൽ ഇൻട്രസ്റ്റ് കുറയും എന്നൊക്കെയാണ് പഠനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കണക്ഷൻ ഇല്ലാത്ത സബ്ജക്റ്റുകൾ ഉണ്ട്, കണക്ഷൻ ഉള്ള സബ്ജക്ട് ഉണ്ട്. നിങ്ങൾ കോറിലേഷൻ നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ കോറിലേഷൻ പറയുന്ന സമയത്ത് പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ നമ്മൾ ഉണ്ട് എന്ന് പറയുന്നേ ഉള്ളൂ. അത് എത്രത്തോളം ഉണ്ട്? ഇപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും തമ്മിൽ എത്രത്തോളം റിലേഷൻ ഉണ്ട്, ഫിസിക്സ് എന്ന സബ്ജക്റ്റും കെമിസ്ട്രി എന്ന സബ്ജക്റ്റും തമ്മിൽ എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് ന്യൂമറിക്കൽ ആയിട്ട് ഒരു ന്യൂമറിക്കൽ വാല്യൂയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. എന്താ പറയുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അതായത് കോറിലേഷൻ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയാം. The degree of relationship between any two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ അളവ് എത്രയാണ്, അതിന്റെ റേഷ്യോ എത്രയാണ്, ആ അളവിനെയാണ് അല്ലെങ്കിൽ ആ ഒരു നമ്പർ, ആ നമ്പറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. Okay, the ratio indicating the degree of relationship between any two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഡിഗ്രി എത്രയാണെന്ന് പറയുന്ന ആ അളവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും
ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇങ്ങനെയാണ് പോകുന്നത്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, ഈ കോറിലേഷൻ എന്ന് പറയുന്നത്, ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് -1 തൊട്ട് +1 വരെയാണ്. -1 വരും, പിന്നെ 0 ആവാം, പിന്നെ 1 ആവും. അതായത് 0 ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ 0ക്കും 1നും ഇടയിൽ വരാം കേട്ടോ. അപ്പോ ഇത്രയൊക്കെയാണ്, ഇങ്ങനെയാണ് ഇതിന് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 0 എന്ന് പറയുമ്പോൾ നമ്മുടെ 0 കോറിലേഷൻ, രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല. ഇനി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0യിൽ നിന്നും കൂടുന്തോറും എന്താണ്? കോറിലേഷൻ ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പൊ 0 കൂടി എന്ന് പറഞ്ഞാല് 0.3 എന്ന് പറഞ്ഞാൽ ചെറിയൊരു റിലേഷൻഷിപ്പ്. 0.5 എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ട്. 0.6 കുറച്ചും കൂടെ കൂടി. 0.9 എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? ഹൈലി റിലേറ്റഡ് ആണ് എന്ന് പറയാം. മാക്സിമം വാല്യൂ ആണ് എന്ത്? 1. അതുപോലെ ഇത് പോസിറ്റീവ് കോറിലേഷൻ. ഇനി ഇങ്ങോട്ട് പോകുന്നവരോ മൈനസ് വാല്യൂ വരും അല്ലെ? -0.3 എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ് കുറച്ച് അല്ലെ? പിന്നെ ഇത് അതുപോലെ -0.5 എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി ആണ്. നെഗറ്റീവ്ലി കോറിലേഷൻ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് റിലേഷൻഷിപ്പ് വരുന്നത്. ഇങ്ങനെ മാക്സിമം വാല്യൂ വരുന്നത് എത്രയാണ്? -1 ആണ്. അപ്പോ നെഗറ്റീവ് കോറിലേഷൻഷിപ്പ് മാക്സിമം വരുന്നത് -1ഉം പോസിറ്റീവ് കോറിലേഷൻഷിപ്പ് മാക്സിമം വരുന്നത് 1ഉമാണ്. നോ കോറിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വാല്യൂ എത്രയാണ്? 0. അപ്പൊ ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഇനി നമ്മളിപ്പോ ഇങ്ങനെ ഈ വാല്യൂ പറഞ്ഞല്ലോ, ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയിൽ കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഫോർമുലകളാണുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കാൾ പിയേഴ്സൺസ് പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷനും രണ്ടാമത്തെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ആദ്യത്തെ പറയാം, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ്. റാങ്ക് കോറിലേഷൻ. രണ്ടാമത്തെ കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ള രണ്ട് മെത്തേഡുകൾ. അതായത് ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഫോർമുലയുണ്ട്. ആദ്യത്തെ സ്പിയർമാൻ ആണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് മെത്തേഡ് ഇതാണ്. റാങ്ക് കോറിലേഷൻ മെത്തേഡ് ആണ്. ഈ റാങ്ക് കോറിലേഷൻ മെത്തേഡ് കണ്ടുപിടിച്ചത് സ്പിയർമാൻ ആയതുകൊണ്ട് അതിനെ പറയുന്നത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് എന്നാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് കാൾ പിയേഴ്സൺ ആണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മെത്തേഡ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ, അതിനെ പറയുന്നത് കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ഈ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡിലെ പ്രോബ്ലം ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ രണ്ടിന്റെയും ഫോർമുല ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് റാങ്ക് കോറിലേഷൻ വളരെ ഈസിയാണ്, അത് നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഓക്കെ, അപ്പൊ റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ഫോർമുല എന്താണെന്നോ? സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ്. ആ ടേമിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ്? റാങ്ക് കോറിലേഷൻ മെത്തേഡ് ആണ്. അപ്പൊ അവിടെ ഒരു റാങ്കിന് റോൾ ഉണ്ട് അല്ലെ? റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യന്റിന് ഒരു സിമ്പൽ ഉപയോഗിക്കും. റോ എന്നാണ് വായിക്കുക. RHO. റോ ഈക്വൽ ടു 1 minus 6 sigma d square divided by n into n square minus 1. ഇതാണ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സ്പിയർമാൻ പറഞ്ഞിട്ടുള്ള ഫോർമുല. നമുക്ക് രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, അത് എത്രത്തോളം ഉണ്ട്, ഹൈലി കോറിലേറ്റഡ് ആണോ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി കോറിലേറ്റഡ് ആണോ അല്ലെങ്കിൽ ലോലി കോറിലേറ്റഡ് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, ആ റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഫോർമുലയാണ്, റാങ്ക് കോറിലേഷൻ മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് 1 minus
6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇതിലെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, -6 അതൊരു നമ്പർ ആണ്. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ നൊട്ടേഷൻ അല്ലെ. ഡി സ്ക്വയർ അതായത് നമ്മൾ ഡി കണ്ടുപിടിക്കണം, എന്നിട്ട് ഡിയുടെ സ്ക്വയർ കാണണം, എന്നിട്ട് അതിന്റെ സമ്മ് കാണണം. അതാണ് സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർത്ഥം. അപ്പൊ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറൻസ് ഇൻ റാങ്ക്സ്. അതായത് നമുക്ക് രണ്ട് സെറ്റ് സ്കോഴ്സ് ആണ് തരിക. ഇത് എക്സ് സ്കോഴ്സ്, ഇത് വൈ സ്കോഴ്സ്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് സബ്ജക്റ്റിലുള്ള മാർക്ക് സ്കോഴ്സ് തരികയാണ്. ഈ സ്കോഴ്സ് തന്നു കഴിഞ്ഞാല് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? റാങ്ക് ചെയ്യണം. എങ്ങനെയാണ് റാങ്ക് ചെയ്യുക? ടോപ്പ് സ്കോറർക്ക് ഫസ്റ്റ് റാങ്ക്, നെക്സ്റ്റ് ടോപ്പർക്ക് സെക്കൻഡ്, അങ്ങനെ റാങ്ക് കൊടുത്ത് അതിന്റെ ഡിഫറൻസ് കാണും. അതാണ് എന്ത്? ഡി. ഡി എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള സ്കോഴ്സിന്റെ റാങ്കിന്റെ ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് ഓഫ് ദി റാങ്ക്സ്. രണ്ട് സെറ്റ് സ്കോറിന്റെ റാങ്കിന്റെ ഡിഫറൻസ്. അപ്പൊ ഡി കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഡിയുടെ സ്ക്വയർ കാണാം, എന്നിട്ട് അതിന്റെ സമ്മ് കാണാം. അപ്പൊ അത് കിട്ടി, മുകളിലത്തെ കിട്ടി. ഇവിടെ എന്താ? n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് സ്കോഴ്സ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള സ്കോഴ്സ് എന്താണ്? സ്മോൾ n ആണ്. അപ്പൊ എണ്ണം നോക്കിയാൽ മതി. ആ എണ്ണം എത്രയാണോ അതാണ് n എന്ന് പറയുന്നത്. ഇതാണ് ഫോർമുല. ഈ 1 എന്ന് പറയുന്നത് നിങ്ങൾ നീക്കി നിർത്തണം. ഇവനെ അധികം സ്നേഹിക്കേണ്ട. ഇവര് ഒറ്റ ഗ്രൂപ്പാണ്. ഇവരെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ 1ന്റെ അടുത്തേക്ക് നോക്കാൻ പാടുള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? ഈസിയാണ്, പെട്ടെന്ന് കഴിയും. അപ്പൊ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? അപ്പൊ ഒരു പ്രോബ്ലം എന്താ തന്നിട്ടുണ്ട്? സ്കോഴ്സ് ഇൻ ഫിസിക്സ്. സ്കോഴ്സ് ഇൻ ഫിസിക്സ്. ഫിസിക്സിലെ ഒരു 6 കുട്ടികളുടെ സ്കോഴ്സ് തന്നിട്ടുണ്ട്. അതുപോലെ മാത്സിലെ 6 കുട്ടികളുടെ സ്കോഴ്സ് തന്നിട്ടുണ്ട്. ആ സെയിം 6 കുട്ടികൾ തന്നെ കേട്ടോ. അപ്പൊ ഒരാൾക്ക് ഫിസിക്സിൽ 45 ആണെങ്കിൽ മാത്സിൽ 68 ആണ്, 53, 76 അങ്ങനെ സ്കോഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ സ്കോഴ്സ് ഇൻ ഫിസിക്സ് എക്സ് എന്നാക്കി എഴുതി ഞാന്, സ്കോഴ്സ് ഇൻ മാത്തമാറ്റിക്സ് വൈ എന്നാക്കി എഴുതി. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് കമ്പ്യൂട്ട് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ യൂസിങ് റാങ്ക് കോറിലേഷൻ മെത്തേഡ്. അപ്പൊ റാങ്ക് കോറിലേഷൻ മെത്തേഡിൽ തന്നെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ കാണണം. അതാണ് ഈസി, മറ്റേനേക്കാളും ഈസി ഇതാണ്. അപ്പൊ റാങ്ക് കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള സ്കോഴ്സിനെ റാങ്ക് ചെയ്യണം. അപ്പൊ എങ്ങനെ റാങ്ക് ചെയ്യും? നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് കോളം ഞാന് റാങ്ക് R1 എന്ന് കൊടുക്കും. അപ്പൊ ഫിസിക്സിന്റെ സ്കോഴ്സ് നോക്കാം. ആർക്കാണ് ഫസ്റ്റ് റാങ്ക്? ഇവിടെ ഇയാൾക്കാണ് ഫസ്റ്റ് റാങ്ക്. സെക്കൻഡ് റാങ്ക് വരുന്നത് ആരാണ്? 53. തേർഡ് റാങ്ക് 50. ഫോർത്ത് റാങ്ക് 45. പിന്നെ 40, 35. കണ്ടോ? നമുക്കറിയാലോ ടോപ്പ് കിട്ടുന്ന ആള് ഫസ്റ്റ്, പിന്നെ താഴെ സെക്കൻഡ്, തേർഡ്. അതുപോലെ എക്സിന്റെ കണ്ടു. ഇനി എന്ത് ചെയ്യണം? വൈയുടെ കാണണം. വൈയുടെ കാണണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? R2 അല്ലെ. ഫസ്റ്റ് R1 എഴുതി, സെക്കൻഡ് R2 അല്ലേ. നോക്കാം. 76. 1 2 3 4 5 6. ഓക്കെ, അപ്പൊ നമ്മള് റാങ്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമുക്ക് സ്കോഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റാങ്ക് കോറിലേഷൻ മെത്തേഡ് ആയതുകൊണ്ട് അതിനെ നമ്മൾ റാങ്ക് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ഫോർമുലയിലേക്ക് പോകാൻ പാടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് റാങ്ക് തരും. അതായത് ഈ കോളം തരാതെ ഈ കോളം തരും. അപ്പൊ സൗകര്യം നമ്മുടെ ഈ സ്റ്റെപ്പ്, ഈ റാങ്ക് ചെയ്യുന്ന സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഇത് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ അത് ശ്രദ്ധിക്കുക. തന്നിട്ടുള്ളത് സ്കോഴ്സ് ആണോ അതോ റാങ്ക് ആണോ തന്നിട്ടുള്ളതെന്ന് നോക്കുക, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ സ്കോഴ്സ് തന്നു, നമ്മൾ അതിനെ റാങ്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫോർമുല ഒന്ന് എഴുതി നോക്കി നോക്കാം അല്ലെ. റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഓക്കെ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കാണണം? n നമുക്ക് അറിയാം അല്ലെ. n ഇവിടെ എത്രയാണ്? നമ്പർ ഓഫ് സ്കോഴ്സ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ അത് ഓക്കെ. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഡി കിട്ടണം. ഡി കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഡിയുടെ സ്ക്വയർ കാണണം, എന്നിട്ട് വേണം അവന്റെ സമ്മ് കാണാനായിട്ട്. എന്നിട്ട് വേണം ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പൊ നമുക്ക് ഡി കാണണം. ഡി എങ്ങനെ കാണുക? ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഓഫ് റാങ്ക്സ് ഓഫ് ടു സെറ്റ് ഓഫ് സ്കോർസ്. ഈ രണ്ട് സെറ്റ് സ്കോറിന്റെ റാങ്കുകളുടെ ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഡിഫറൻസ് കാണാം. ഓക്കെ, ഡി ഇതാ. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റുഡന്റ് അവന് ഫിസിക്സിൽ കിട്ടിയ മാർക്ക് 45, മാത്സിൽ കിട്ടിയ മാർക്ക് 68 ആണ്. റാങ്ക് ചെയ്ത് വന്നപ്പോ അവന് 4th റാങ്കും, ഫിസിക്സിൽ 4th റാങ്ക്, മാത്തമാറ്റിക്സിൽ 3rd റാങ്ക്. മനസ്സിലായല്ലോ അത്. അതുപോലെ അടുത്ത ആൾക്ക് ഫിസിക്സിൽ 53ാമത്തെ റാങ്ക് മാർക്കാണ്, റാങ്ക് 2nd. മാത്സിൽ 76 മാർക്ക് ഉണ്ട്, റാങ്ക് 1st. കണ്ടോ? അങ്ങനെയാണ് പോകുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് R1 മൈനസ് R2. R1 minus R2. 4 minus 3, 1. 2 minus 1, 1. 1 minus 2, minus 1. 5 minus 5, 0. 6 minus 6, 0. 3 minus 4, minus 1. ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം? അപ്പൊ ഡി കിട്ടി. ഇനി അടുത്ത എന്താ നമുക്ക് ആവശ്യം? ഡി സ്ക്വയർ ആവശ്യമുണ്ട് അല്ലെ? ഡി സ്ക്വയറിന് നമുക്ക് ഡി സ്ക്വയർ നമുക്ക് കാണാം. ഡി സ്ക്വയർ. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഓരോന്നിന്റെ സ്ക്വയർ കാണാം. 1ന്റെ സ്ക്വയർ 1, 1 മൈനസ് 1ന്റെ സ്ക്വയർ 1, 0, 0, 1. കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? നമുക്ക് ഡി സ്ക്വയറിന്റെ സിഗ്മ കാണണം. ഡി സ്ക്വയറിന്റെ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. 1, 2, 3, 4. അപ്പൊ സിഗ്മ ഡി സ്ക്വയർ കിട്ടി, n കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ n എത്രയാണ്? 6. n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തു അല്ലെ? n കാണുന്നിടത്തൊക്കെ 6 കൊടുത്തു. ഡി സ്ക്വയറിന്റെ സ്ഥാനത്ത് നമ്മൾ സിഗ്മ ഡി സ്ക്വയറിന്റെ സ്ഥാനത്ത് നമ്മൾ 4 കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, ഈ 1ന് ഞാൻ പറഞ്ഞു തൊടണ്ട, ലാസ്റ്റ് ഒരു നമ്പർ ഫോമിലേക്ക് അവൻ വരട്ടെ, അതുവരേക്ക് 1നെ അവിടെ നിർത്തുക. 1 മൈനസ് ഇവിടെ ഈ ടേമിൽ നോക്കൂ, മുകളിൽ എന്താ ഉള്ളത്? 6 ഇൻറ്റു 4 അല്ലെ? അവൻ അങ്ങനെ കേട്ടോ, 6 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ, നമ്മൾ പറഞ്ഞു ബ്രാക്കറ്റിന്റെ ഉള്ളിലൊക്കെ വല്ല ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പൊ ഇവിടെ ഒരു 6 പുറത്തുണ്ട് ഇൻറ്റു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താ കാണുന്നത്? 6 സ്ക്വയർ മൈനസ് 1. 6 സ്ക്വയർ എത്രയാണ്? 36. 36 ന്ന് 1 കുറച്ച് എത്രയാ? 35. അപ്പൊ അതെ ഇത്തിരി ഭംഗിയായി അല്ലെ? അപ്പോൾ എന്താ ചെയ്തത്? ഈ ബ്രാക്കറ്റിലുള്ളതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തു. 6 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36. 36 ന്ന് 1 പോയാൽ 35. ബാക്കിയൊക്കെ അതുപോലെ തന്നെ എഴുതി അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗുണിക്കാം. 6 into 4 24 ഡിവൈഡഡ് ബൈ 6 into 35. അത് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഇനി അതല്ല, കുറച്ചും കൂടെ അതിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് രണ്ടും ഇൻറ്റുകളായിട്ടാണ്. അപ്പൊ ഇവിടെ മുകളിൽ ഒരു 6 ഉണ്ട്, താഴെ ഒരു 6 ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ആ ഒരു സ്റ്റെപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇത് ഗുണിക്കുക, ഇതും ഗുണിക്കുക, എന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്കൊരു നമ്പർ കിട്ടും. അത് 1 മൈനസ് ചെയ്യാം. ഓക്കെ. ഇനി അതല്ല, കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക, ഇവിടെയും 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇതാ ഇത് ഞാൻ വെട്ടി കളഞ്ഞു. ഇനി ബാക്കി എന്താ ഉള്ളത്? 4/35. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 4നെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ വാല്യൂ കൊണ്ട് 1 ചെയ്ത് കുറയ്ക്കാം. ഇല്ലെങ്കിൽ ഇത് LCM എടുത്തിട്ട് ചെയ്യാം. LCM എടുത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് 35 മൈനസ് 4 ഡിവൈഡഡ് ബൈ 35, അതായത് 31 ഡിവൈഡഡ് ബൈ 35. 31 ഡിവൈഡഡ് ബൈ 35 എന്ന് പറഞ്ഞാൽ 0.886 ആണ് വരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? 4/35 ഹരിക്കാം. ഹരിച്ചു കഴിഞ്ഞാല് ഏകദേശം 0.1 സംതിങ് കിട്ടും. അത് എന്നിട്ട് 1 ന്ന് കുറയ്ക്കുക.
അപ്പോൾ 0.886 കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ ചെയ്തത് LC എടുത്തു, ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 35 മൈനസ് 4 ഡിവൈഡഡ് ബൈ 35 കുറയ്ക്കുമ്പോൾ 31 കിട്ടും. 31 35 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.886 കിട്ടും. അപ്പൊ നോക്കൂ 0.8 നമ്മുടെ മാക്സിമം കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? +1 ആണ് അല്ലെ? അപ്പോ ഇവിടെ എന്താണ്? 0.8 ആണ്, പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് സെറ്റ് ഓഫ് സ്കോർസ് എന്ന് പറയുന്നത് ഹൈലി പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന് പറയാം. ഇനി ഇതേ വാല്യൂ മൈനസ് ആണ് വരുന്നതെങ്കിലോ നമുക്ക് എന്ത് പറയാം? ഹൈലി നെഗറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് പറയും. അപ്പൊ ഇത്രയാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ള മെത്തേഡ്, റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാണുന്നത്. അപ്പൊ റാങ്ക് തരികയാണെങ്കിൽ നേരെ ഇവിടുന്ന് ചെയ്തു പോയാൽ മതി. റാങ്ക് കൂടെ എഴുതുന്നു, ഡിഫറൻസ് കാണുന്നു, സ്ക്വയർ കാണുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ഫോർമുലയും കൂടെ ഒന്ന് നോക്കാം. രണ്ടാമത്തെ ഫോർമുല പറഞ്ഞത് ഏതാണ്? നമ്മുടെ കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ അല്ലെ? കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷനില് ഒരു ഫോർമുല സിമ്പിൾ ആണ്, ചെറിയൊരു ഫോർമുലയാണ്. അവര് R എന്നുള്ള ഒരു ടേം ആണ് യൂസ് ചെയ്യുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന് സ്പിയർമാൻ ആണ് റോ യൂസ് ചെയ്തിരുന്നത്, ഇദ്ദേഹം R എന്നുള്ള ഒരു സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്ന ഫോർമുല സിഗ്മ XY ഡിവൈഡഡ് ബൈ n into sigma 1 sigma 2. കൺഫ്യൂഷൻ വരരുത്. മുകളിൽ എന്താ പറയുന്നത്? സിഗ്മ. ഈ സിഗ്മ ഏതാ? സമ്മേഷൻ നൊട്ടേഷൻ. XY ഡിവൈഡഡ് ബൈ n into ഈ സിഗ്മ ഏതാ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിഗ്മ 1 സിഗ്മ 2. ഇനി എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാൻ തരുമ്പോ എന്താണ്? രണ്ട് സെറ്റ് ഓഫ് സ്കോർസ് ഉണ്ടാവും അല്ലെ? X Y. ഇത് X ന്റെ സ്കോർസ്, ഇത് Y ന്റെ സ്കോർസ് അല്ലെ? അത് മനസ്സിലാക്കുക ആദ്യം. രണ്ട് സെറ്റ് ഓഫ് സ്കോർസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിലെ X എന്ന് പറയുന്നത്, സിഗ്മ നമുക്കറിയാം സമ്മേഷൻ നൊട്ടേഷൻ ആണ്. X എന്ന് പറയുന്നത് X മൈനസ് X ബാർ ആണ്. അതായത് ഈ സെറ്റ് സ്കോർസിന്റെ X ബാർ കാണും. അരിത്മെറ്റിക് മീൻ കണ്ട് എന്ത് ചെയ്യണം? X മൈനസ് X ബാർ കാണും. അതാണ് ഈ X. ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കിയിടാം. ഇനി Y എന്ന് പറയുമ്പോഴോ Y മൈനസ് Y ബാർ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ടേം മാറ്റാം. X മൈനസ് X ബാർ ആണ് ഇവിടെ X, Y ബാർ ആണ് ഇവിടെ. ഇതാണ് എക്സുകൾ. അതായത് ആദ്യത്തെ സെറ്റ് ഓഫ് സ്കോർസിന്റെ അരിത്മെറ്റിക് മീൻ കണ്ട് ആ തന്നിട്ടുള്ള വാല്യൂസ് സബ്ട്രാക്ട് ചെയ്യുക, അതാണ് ഈ എക്സ്. ഇത് വൈയുടെ സെറ്റ് ഓഫ് സ്കോർസിന്റെ അരിത്മെറ്റിക് മീൻ കണ്ട് വൈയുടെ വാല്യൂസ് കുറയ്ക്കുക, അതാണ് വൈ. അപ്പൊ എക്സും വൈയും ഇങ്ങനെ കിട്ടും. ഇത് എക്സ്, ഇത് വൈ. ഇത് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം? എക്സും വൈയും കൂടി ഗുണിക്കണം, എക്സ് വൈ കാണണം, എന്നിട്ട് അതിന്റെ സമ്മ് കാണണം. അതാണ് സിഗ്മ എക്സ് വൈ. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സ്കോർസ്. സിഗ്മ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് സെറ്റ് ഓഫ് സ്കോർസ്. സിഗ്മ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്കൻഡ് സെറ്റ് ഓഫ് സ്കോർസ്. അപ്പോ എക്സിന്റെ എന്ത് കാണണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. അപ്പൊ ഇത് കുറച്ച് ലെങ്തി ആണ്. ഇത് നമുക്ക് സാധാരണ ചോദിച്ചു കണ്ടിട്ടില്ല, റാങ്ക് കോറിലേഷൻ മെത്തേഡ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ ഫോർമുല പഠിച്ചു വെക്കുക. XY സിഗ്മ XY ഡിവൈഡഡ് ബൈ n into സിഗ്മ 1 സിഗ്മ 2. ഫോർമുല പഠിച്ചു വെക്കണം, കാരണം വൈവയ്ക്കൊക്കെ ചോദിക്കാം, പ്രാക്ടിക്കൽ എക്സാമിന് വൈവയ്ക്കൊക്കെ ചോദിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പൊ ഇനി നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.